ചെറിയൊരു ഓണം വ്ലോഗാണ്. ഞാൻ എപ്പോഴും രാവിലെ 5:30 എഴുന്നേൽക്കുന്ന കൂട്ടത്തിലാണ്. ജിമ്മിലേക്ക് പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ എഴുന്നേൽക്കുക എന്ന് പറയുന്നത് ജിമ്മിൽ പോകുക എന്നുള്ളൊരു പേർപ്പസാണ് എനിക്ക്. നിരന്തരമായിട്ടുള്ള സെൽഫ് പുഷിൻ്റെ ഭാഗമായിട്ട് ലൈഫിൽ ഞാൻ ഉണ്ടാക്കിയെടുത്തൊരു ഡിസിപ്ലിനാണത്. സൺഡേ എന്ന് വെച്ചാൽ ഏകദേശം 6-6:30 എണീക്കെങ്കിലും സ്റ്റിൽ ഐ ഗോ ഫോർ എ വോക്ക്. ഏകദേശം 2.5 കിലോമീറ്റർ നടന്നാണ് ഞാൻ ജിമ്മിലേക്ക് പോകുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് അതിൻ്റെ വ്യൂ, നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ ഇത് ഞാൻ ജീവിക്കുന്നത് ആർമി കണ്ടോൺമെൻറ്റ് ഏരിയയുടെ ഉള്ളിലായതുകൊണ്ട് തന്നെ എനിക്ക് ഫോട്ടോഗ്രാഫിക്ക് കുറേ ലിമിറ്റ് ഉണ്ട്. ആൻഡ് ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന വീഡിയോ എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഞാനിത് തിരിച്ചു വരികയാണ്. ആക്ച്വലി എൻ്റെ കൂടെ വർക്കൗട്ട് ചെയ്യുന്നത് ആർമി ഓഫീസേഴ്സാണ്. സോ അവരുടെ പ്രൈവസി ഞാൻ റെസ്പെക്ട് ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ തിരിച്ചു വന്ന് ഇനിയൊരു കുളിയൊക്കെ പാസ്സാക്കി ഞാൻ മെല്ലെ അടുക്കളയിലേക്ക് കയറി പാലട പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. വെരി ഫസ്റ്റ് ടൈമാണ് ഞാനത് ഉണ്ടാക്കുന്നത്. ഞങ്ങൾ മലബാറുകാരുടെ ഒരു അടിപൊളി സ്നാക്സ് കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാനിത് ഫെസ്റ്റീവ് ടൈമിൽ മാത്രം ഉണ്ടാക്കുന്ന സ്നാക്സാണ്. ഇതെപ്പോൾ ഉണ്ടാക്കുന്നു അപ്പോഴൊക്കെ ഞാൻ എൻ്റെ നാട്ടിലെ റാബീത്തിനെ ഓർക്കും. എൻ്റെ ചെറുപ്പത്തിൽ വീട്ടിൽ എന്ത് ആഘോഷം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ റാബീത്തിയായിരുന്നു പലഹാരം ഉണ്ടാക്കി തരാറ്. ആദ്യമായിട്ട് ഞാനിത് കഴിക്കുന്നത് റാബീത്ത ഉണ്ടാക്കി തന്നിട്ടാണ്. പലഹാരം ഉണ്ടാക്കുമ്പോൾ ഞാനവിടെ ചുറ്റിപ്പറ്റിയൊക്കെ നടക്കുമായിരുന്നു. പക്ഷേ എൻ്റെ അമ്മയൊക്കെ എന്നെ ആട്ടി ഓടിച്ചു വിടുമായിരുന്നു. ബട്ട് റാബീത്ത ആരും കാണാതെ എന്നെ അരിയത്ത് വിളിച്ച് എൻ്റെ കയ്യിൽ സ്നാക്സൊക്കെ വെച്ച് തരുമായിരുന്നു. ഭയങ്കരമായിട്ടൊരു ബോണ്ടായിരുന്നു ഞാൻ റാബീത്തയായിട്ട്. ഞാൻ റാബീത്ത കുളിപ്പിച്ച് വന്നാലേ കുളിക്കുമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം വെക്കാറുണ്ടായിരുന്നു. ഒരു തവണ വീട്ടിൽ ആരും കാണാതെ ഞാൻ റാബീത്തിൻ്റെ വീട്ടിൽ ഒറ്റക്ക് നടന്നു പോയിട്ടുണ്ടായിരുന്നു. എന്നെ കാണാതൊക്കെ ഭയങ്കര തെരച്ചിലിനൊടുവിൽ ലാസ്റ്റ് റാബീത്തിൻ്റെ വീട്ടിൽ നിന്നാണ് എന്നെ കണ്ടുപിടിച്ചത്. അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. വളർന്ന് നാടൊക്കെ വിട്ട് പഠിക്കാനൊക്കെ പോയപ്പം എപ്പോഴെങ്കിലും ഞാൻ റാബീത്തയുടെ വീടിന് മുമ്പിലൂടെ ഒക്കെ പോകും. അപ്പോഴൊക്കെ എന്നെ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് റാബീത്ത ഈ കഥകളൊക്കെ പറയലുണ്ടായിരുന്നു. റാബീത്ത ഇന്ന് ജീവനോടെ ഇല്ല, ബട്ട് ഐ സ്റ്റിൽ റിമെമ്പർ ഹെർ വെൻ എവർ ഐ മേക്ക് ദി സ്നാക്സ്. ഇത്രയൊക്കെ കുക്ക് ചെയ്തപ്പോൾ തന്നെ ഞാൻ വേർത്ത് പണിയായിരുന്നു. പഞ്ചാബിൽ അത്ര ഹ്യൂമിഡിറ്റിയാണ്. അപ്പോൾ ഞാൻ ഈ പാലടിയും സ്നാക്സും പാഴ്സൽ ചെയ്ത് ഇവിടെയുള്ള യൂണിറ്റ് ഓഫീസേഴ്സിനും ഫാമിലിക്കും ഒക്കെ കൊടുത്തു വിട്ടായിരുന്നു. ഓണത്തിന് ഒരുങ്ങാനുള്ള ആഗ്രഹം കൊണ്ട് തിരുവോണത്തലേന്ന് സാരിയൊക്കെ ഇട്ട് ഞാൻ കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു. ഇനി നമുക്ക് സദ്യയിലേക്ക് കിടക്കാം. സദ്യ പാഴ്സലാണ്. പഞ്ചാബിലെ ഒരു എക്സ് മലയാളി സോൾജർ ഉണ്ട്, അദ്ദേഹമാണ് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ വിഷുവിന് ഞങ്ങൾ ഓഫീസേഴ്സിനും ഫാമിലീസിനും ഒക്കെ ഇൻവൈറ്റ് ചെയ്ത് സദ്യയൊക്കെ നൽകിയായിരുന്നു. നല്ല ടേസ്റ്റി ഫുഡാണ്. നമുക്ക് ശരിക്കും ഓണത്തിന് സദ്യ കഴിച്ചൊരു സന്തോഷം കിട്ടി. ഹി ഈസ് അഡിക്റ്റഡ് ടു മലയാളം കോമഡി സീൻസ്. കണ്ട് തന്നെ പിന്നെയും കണ്ട് ചിരിക്കുന്നതാണ്. ഭയങ്കര ഒരു ലക്കായിട്ടാണ് എനിക്കത് തോന്നാറുള്ളത്. കാരണം ഞാനൊക്കെ ഒരു കോമഡി കണ്ട് ഒരു തവണ ചിരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ കഴിഞ്ഞു. സദ്യയൊക്കെ കഴിച്ച് നല്ലൊരു റെസ്റ്റൊക്കെ എടുത്ത് വി വെന്റ് ഓൺ എ ഡ്രൈവ്. ചെറിയൊരു കോഫി കഴിക്കാനാണ് ഞങ്ങൾ ഇറങ്ങിയത്. പഞ്ചാബിലെ ഞങ്ങളുടെ ഫേവറേറ്റ് സ്പോട്ടായ നിക് ബേക്കേഴ്സിലാണ് ഞങ്ങൾ വന്നത്. ഒരു സ്ലൈഡേഴ്സും കോൾഡ് കോഫിയാണ് പറഞ്ഞത്. സദ്യ കഴിച്ചുകൊണ്ട് തന്നെ അധികം ഫുഡ് കഴിക്കാനുള്ള കപ്പാസിറ്റി നമുക്ക് രണ്ടുപേർക്കും ഇല്ലായിരുന്നു. തിരിച്ചു വരുന്ന വഴിയുള്ള വെയിലാണ് ഇത് കേട്ടോ. ഏകദേശം 5:30. ബട്ട് ദ സൺ ഈസ് സ്റ്റിൽ ഹൈ. ഇവിടെ ചൂടാണെങ്കിൽ സഹിക്കാൻ പറ്റാത്ത ചൂടും തണുപ്പാണെങ്കിൽ സഹിക്കാൻ പറ്റാത്ത തണുപ്പാണ്. ഭയങ്കര എക്സ്ട്രീം ക്ലൈമറ്റ് ആണ്. സന്ധ്യ ആയപ്പം വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ കുട്ടിക്കാലത്തെ കണ്ട സീരീസ് ആണിത്. ഞാൻ ഡീൻ വിഞ്ചസ്റ്റർ ഈസ് മൈ ഫേവറേറ്റ്. ഞാനിത് റീവാച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ ഉറങ്ങേണ്ട സമയം ഏകദേശമായി 10:30 ആയി. അപ്പം ബൈ ബൈ.